അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനല്ലാഹു തആല കടങ്ങളെ തൊട്ട് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കടം വലിയൊരു പ്രശ്നം തന്നെയാണ്. കടത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. തിന്നാനോ കുടിക്കാനോ ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും നമുക്ക് കഴിയില്ല. ജീവിത സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ തീർത്തും അവനക്ക് കടം എടുക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വരുമ്പോൾ മാത്രമാണ് ഒരാൾ കടം വാങ്ങുക. കടം വാങ്ങിയതിന് ശേഷം അത് നമുക്ക് വീട്ടാൻ കഴിയാതെ വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, മാനസിക സംഘർഷം ആയിരിക്കും അവനുണ്ടാവുക. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം, കടബാധ്യത എന്ന് പറയുന്നത് പകൽ നിന്ദ്യതയും രാത്രി മനോവേദനയുമാകുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യനെയും കടം പിടികൂടിയാൽ അവൻ ഏതൊരു മാർഗത്തിലേക്കും തിരിഞ്ഞേക്കാം. അതുപോലെ നമുക്കറിയാം, ഷഹീദായാൽ അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും അവന് പുറത്തു കൊടുക്കും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം, ഷഹീദായവന് കടമല്ലാത്ത എല്ലാ പാവങ്ങളെയും പുറത്തു കൊടുക്കുന്നതാണ്. അത്രയും വലിയ ബാധ്യതയാണ് കടബാധ്യത എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കടത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ കടം വീടാനുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ദിക്ർ ചൊല്ലേണ്ട സമയം എല്ലാ നിസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യവും ജുമ ദിവസം 70 പ്രാവശ്യവും പതിവാക്കി ചൊല്ലിയാൽ ഉഹുദ് പർവ്വതത്തിന് സമാനമായ കടം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടി തരുന്നതാണ്. ദുആ ഇതാണ്: അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅനിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅനിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅനിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണമേ. വഅനിനി ബിഫദ്ലിക അമ്മൻ സിവാക. നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. വെള്ളിയാഴ്ച ആയാൽ ജുമയ്ക്ക് ശേഷം 70 തവണ ഓതുക. പിന്നെ വരുന്ന എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണ ചൊല്ലുക. അടുത്ത വെള്ളിയാഴ്ച ആയാൽ വീണ്ടും 70 പ്രാവശ്യം ചൊല്ലുക. ഇതിനുശേഷം സാധാരണ പോലെ എല്ലാ നിസ്കാര ശേഷവും 7 പ്രാവശ്യം ചൊല്ലുക. എല്ലാ ആഴ്ചയും ഇങ്ങനെ ചെയ്ത് വന്നാൽ കടം വീടാനുള്ള എല്ലാ വഴികളും അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു തരും. ഇൻഷാ അല്ലാഹ്. അസ്സലാം.